പത്ത് പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ച് കേൾക്കുകയായിരുന്നു. അദ്ദേഹം പഴയ കാലത്ത് കഞ്ചിക്കോട് ഫാക്ടറിക്ക് വേണ്ടിയും അതേപോലെ സോണിന് വേണ്ടിയൊക്കെ കാത്തിരുന്നു എന്നൊക്കെ പറഞ്ഞു. വളരെ രസകരമാണ്. കാരണം അന്ന് 8-9 മന്ത്രിമാർ കേരളത്തിൽ നിന്ന് തന്നെ യൂണിയൻ മിനിസ്റ്റർ അടക്കം, സെൻട്രൽ മിനിസ്റ്ററിൽ ക്യാബിനറ്റ് മിനിസ്റ്റർ അടക്കം എത്രയോ 7-8 മന്ത്രിമാരൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടമുണ്ട്. രണ്ട് മുന്നണി, ഇപ്പോൾ LDFും UDFും ഇവരുടെ എല്ലാ സംയുക്തമായിട്ടുള്ള ആളുകളൊക്കെ പിന്തുണയ്ക്കുന്ന ഗവൺമെൻറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. ആ കാലത്തൊക്കെ കേരളത്തിലിങ്ങനെ നമ്മൾ കാത്തിരിക്കുകയും ഞാനും സമ്പത്തും ഒക്കെ ഒരുപാട് ചർച്ചയ്ക്ക് ഇങ്ങനെ പങ്കെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അന്നൊന്നുമില്ലാത്ത പരിഗണന അല്ലെങ്കിൽ അന്നൊന്നുമില്ലാത്ത വികസനം ഇന്ന് യാഥാർത്ഥ്യമാണ്. അതാണ് ഇന്നത്തെ ബഡ്ജറ്റും വ്യത്യാസമുണ്ട്. അന്ന് താങ്കൾ പറഞ്ഞ പോലെ നമ്മളൊക്കെ പ്രതീക്ഷയോടെ വരും ചർച്ച ചെയ്യും. ഇന്ന് ആ ബജറ്റ് തന്നെ ഇല്ല, റെയിൽവേ ബജറ്റ് തന്നെ ഇല്ല. പിന്നെ ആ ബജറ്റിൽ തന്നെ കേരളത്തിന് ഏതെങ്കിലും കാര്യമായിട്ട് വലിയ പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയും കാര്യമായിട്ടില്ല. എന്തെങ്കിലും വന്നാലാണ് അത്ഭുതം. ഇത്തവണ അത്ഭുതവുമില്ല. അല്ല, അത് ബഡ്ജറ്റിൻ്റെ അവതരണത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ പാർലമെൻ്ററി നടപടികളെ സംബന്ധിച്ച് അങ്ങനെയൊക്കെ സാങ്കേതികമായി ഇപ്പോൾ ആ കാലത്തും ഈ കാലത്തും തമ്മിൽ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അതൊന്നുമില്ല എന്ന് ഞാൻ സ്ഥാപിക്കാനൊന്നും ശ്രമിക്കുന്നില്ല. അത് സാങ്കേതികമായി, കാരണം നേരത്തെ നമുക്ക് പഞ്ചവത്സര പദ്ധതികളായിരുന്നല്ലോ, ഇപ്പം പഞ്ചവത്സര പദ്ധതി ഇല്ലല്ലോ. അപ്പോൾ ഇപ്പോൾ വേറെ സിസ്റ്റം മാറി. അപ്പോൾ നമ്മൾ ഇപ്പോൾ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടം മുതൽ രാജ്യത്ത് അനുവർത്തിച്ചു വന്നിരുന്ന റെയിൽവേ സംവിധാനത്തിൻ്റെ ബഡ്ജറ്റ് അല്ലെ റെയിൽവേ സംവിധാനം, അതിൻ്റെയൊക്കെ തുടർച്ചയായിട്ട് ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ നമുക്കറിയാം, നാറ്റം കൊണ്ട് ബാത്റൂമിൻ്റെ പരിസരത്ത് പോകാൻ പറ്റില്ല എന്ന് മാത്രമല്ല റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്ത് പോലും പോകാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ അതെല്ലാം മാറിയിട്ട് ഇന്ന് ബയോ ടോയ്ലറ്റുകളൊക്കെ എല്ലാ കമ്പാർട്ട്മെൻറ്റുകളിലും വന്നിട്ട് എത്ര വ്യത്യാസമാണ്. ഇപ്പോൾ ഞാനും സമ്പത്തുമൊക്കെ ട്രെയിനെ യാത്ര ചെയ്യുമ്പോൾ സാധാരണ അത് ക്ലീൻ ചെയ്യാൻ വന്നുകൊണ്ടിരുന്നത് ഈ ധർമ്മക്കാരാണ്. അവർ ഭിക്ഷക്കാർ കൈ നീട്ടി വന്നിട്ട് അവർ ഈ ചുവട് ഇങ്ങനെ തുടച്ചിട്ട് നമ്മളോട് ഭിക്ഷ എടുത്തിരുന്നു കഴിഞ്ഞ കാലത്ത്. അപ്പോൾ അതെല്ലാം മാറി. ഇന്നിപ്പോൾ ട്രെയിനിൽ കയറിയാൽ അതൊന്നും അല്ലല്ലോ സാഹചര്യം. അപ്പോൾ അങ്ങനെയുള്ളിടത്താണ് ഏതാണ്ട് 40,000 പുതിയ റെയിൽ ബോഗികൾ, പുതിയ നിലവാരത്തിലുള്ള ബോഗികൾ എല്ലാ പ്രദേശത്തേക്കും വരാൻ പോകുന്നു. അതൊരു വലിയ മാറ്റം. ആ മാറ്റത്തെ അത് ബഡ്ജറ്റിൻ്റെ ഭാഗമായി പ്രഖ്യാപിച്ചതല്ലേ. അതിപ്പോൾ ഇന്ത്യയിലാകമാനം പുതിയ റെയിൽ ബോഗികൾ വരുമ്പോൾ അത് കേരളത്തിലും കിട്ടാതിരിക്കുകയല്ലോ. കേരളത്തിൽ കൂടെ വരുന്ന ട്രെയിനിലും ഉണ്ടാവുമല്ലോ. അപ്പം രാജ്യത്തിൻ്റെ കന്യാകുമാരി മുതൽ കാശ്മീരം വരെയുള്ള ഭൂപ്രദേശത്ത് റെയിൽവേയുടെ കാര്യത്തിലായാലും കാർഷിക മേഖലയുടെ കാര്യത്തിലായാലും ഓരോ മേഖലയിലും ഒരു സമഗ്ര പുരോഗതിയുടെ കാലഘട്ടമാണ്. ആ പുരോഗതി ദൃശ്യമാണ്, ആളുകൾക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതാണ് അന്നും ഇന്നും തമ്മിലുള്ള ഒട്ടേറെ രംഗങ്ങളിലെ വ്യത്യാസം.